ഹായ് ഫ്രണ്ട്സ്, കേരള നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പത്മനാഭപുരം പാലസിന്റെ അത്ഭുത കാഴ്ചകളാണ്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവപ്പ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടണും. മരം കൂടുതലായി ഉപയോഗിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമാണിത്. തിരുവനന്തപുരത്തു നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള കുറ്റാലം എന്ന സ്ഥലത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കുറ്റാലം തമിഴ്നാട്ടിലാണെങ്കിലും കൊട്ടാരം കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലാണ്. ഇനി കൊട്ടാര കാഴ്ചയിലേക്ക് കടക്കാം. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് സമർപ്പിച്ച ഓണവില്ലുകളാണ് വീഡിയോയിൽ കാണുന്നത്. രാജാവ് തന്റെ പ്രജകളുടെ പ്രശ്നങ്ങൾ മറ്റും കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടമാണ് ഇത്. കൊട്ടാരത്തിന്റെ പൂമുഖത്ത് മുകൾ ഭാഗത്തായി 90 പൂക്കൾ കൊത്തിവെച്ചിട്ടുണ്ട്. രാജാവിനായി നിർമ്മിച്ച കരിങ്കല്ലിൽ തീർത്ത കട്ടിലാണ് ഇത്. കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കടന്നാൽ രാജാവിന്റെ രാജസഭ കാണുവാൻ സാധിക്കും. രാജാവും മന്ത്രിമാരും മറ്റും രാജകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതിന്റെ സൈഡിലായി ഒരു കിളിവാതിൽ കൂടിയുണ്ട്. ഇതിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പുറംകാഴ്ചകൾ കാണുവാൻ സാധിക്കുന്നതാണ്. കൊട്ടാരത്തിലെ മുഴുവൻ കാഴ്ചകളും കണ്ടു തീരുവാൻ ഏകദേശം 2 മണിക്കൂറോളം വേണ്ടിവരും. രാജസഭയിൽ നിന്നും താഴോട്ട് വന്നാൽ കാണുന്നത് ഊട്ടുപുരയാണ്. രാജാവ് തന്റെ പ്രജകൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് ഇവിടെ വെച്ചാണ്. താഴെയും മുകളിലുമായി 2 ഊട്ടുപുരകളാണ് ഉള്ളത്. ദിനംപ്രതി 2000 പേർക്ക് അന്നദാനം നൽകിയിരുന്നു. ഇനി നമുക്ക് താഴെയുള്ള ഊട്ടുപുരയിലേക്ക് പോകാം. ഇതിന്റെ സൈഡിലായി സദ്യയ്ക്ക് അച്ചാർ വിളമ്പിയിരുന്ന ചീനഭരണികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് പൂജാ മണ്ഡപത്തിലേക്കാണ്. ഇവിടെ ധാരാളം ദേവീദേവ ശില്പങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി കൊട്ടാരത്തിന്റെ 4 കെട്ടിലേക്ക് കടക്കാം. ധാരാളം കിളിവാതിലുകളുള്ള 4 കെട്ടാണിത്. 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കൊട്ടാരമാണ്. 1601 ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിവെച്ചത്. അതിമനോഹരമായ 4 കെട്ടുകൂടിയാണിത്. ഇനി ഇതിന്റെ മുകളിലെ കാഴ്ച കൂടി കാണാം. ഇവിടെ സൈഡിലായി ഒരു ആട്ടുകട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മറ്റൊരു പലകക്കട്ടിൽ കൂടി കാണാം. ഇത് അമ്മ മഹാറാണിയുടെ കട്ടിലാണ്. 64 ഔഷധ മരങ്ങൾ കൊണ്ടാണ് ഈ കട്ടിൽ നിർമ്മിച്ചത്. അതിന് പുറത്തായി ഒരു ആട്ടുകട്ടിലും കണ്ണാടിയും ഉണ്ട്. ഇത് മഹാറാണിക്ക് അണിഞ്ഞൊരുങ്ങുവാനുള്ള ഇടം കൂടിയാണ്. മരത്തിന്റെ കൊത്തുപണികളാൽ സമ്പന്നമായ ഒരു കൊട്ടാരമാണിത്.
ഇത് 90 മീറ്റർ നീളമുള്ള സെക്രട്ടേറിയറ്റ് ആണ്. ഇതിന്റെ സൈഡിലായി സ്ത്രീകൾക്ക് പുറംകാഴ്ച കാണുവാനുള്ള ഒരു ഇടം കൂടിയുണ്ട്. ഇതിന്റെ അടുത്ത റൂമിൽ എല്ലാ രാജാക്കന്മാരുടെ ചിത്രങ്ങളും കാണാം. അവർ രാജ്യം ഭരിച്ചിരുന്ന വർഷവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി തെക്കേ കൊട്ടാരത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൊട്ടാരത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞവർ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ധാരാളം മൺപാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും കസാലകളും ആമാടപ്പെട്ടിയും തൊട്ടിലും പെട്ടികളും ആട്ടുകല്ലും ഉരലും സംഗീതോപകരണങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കുളപ്പുര കൂടി കാണാം. കുറച്ച് മുൻപോട്ട് വരുമ്പോൾ ഇവിടെ നൃത്തമണ്ഡപം കാണാം. മൺചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. ഇതിനു മുൻപിലായിട്ടാണ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഒരു കിണർ കാണാം. ഇതിന്റെ ഇടതുഭാഗത്തായി ആന്റിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ധാരാളം ശില്പങ്ങളും യുദ്ധോപകരണങ്ങളും തോക്കുകളും താളിയോലകളും പഴയ നാണയങ്ങളും ശിക്ഷ നടപ്പാക്കുവാനുള്ള ഉപകരണങ്ങളും ശിലാലിഖിതങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പത്മനാഭപുരം കൊട്ടാരത്തെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. കൂടെ ലൈക്കും ഷെയറും ചെയ്യണം. നന്ദി, നമസ്കാരം.